ക്ലൈമാക്സിൽ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കഥ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു. രചന ഷാമില, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വേണ്ട, എനിക്ക് പേടിയാ, എന്നെ തുടരുത്. കുതിറിക്കൊണ്ട് അവൾ തന്നിലേക്ക് അടുക്കുന്നവനെ തടഞ്ഞു. എന്നാൽ അവനിലത് ഹരം കൊള്ളിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് പേടിയാ, എന്നെ വീട്. പിടഞ്ഞുകൊണ്ട് കരയുന്നവളെ അവൻ ആർത്തിയോടെ നോക്കി. അവൻ അവളെ ബലമായി പിടിച്ചു വെച്ചപ്പോൾ അവൾ ശക്തമായി അവനിൽ നിന്ന് കുതിറി. എന്നെ വീട്ടിൽ ചെയ്യേട്ട, അമ്മ വന്നാൽ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും, പിന്നെ അറിയാലോ. വിറച്ചു പോകുന്ന ശബ്ദത്തിൽ അവൾ അവനോട് പറഞ്ഞു. അതിന് നീ ജീവനോട് ഇരുന്നിട്ട് വേണ്ടേ? അവന്റെ ശബ്ദം ഒരു ചെകുത്താന പോലെ ആയിരുന്നു. അവൾ അവനിൽ നിന്ന് കുതിരി മാറുമ്പോൾ അവൻ അവളിലേക്ക് കൂടുതൽ അടുത്തേക്ക് വരുന്നവന്റെ കയ്യിൽ കടിച്ചതും അവൻ വേദനയോട് അലറി. നിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോ അവന്റെ ഭാവം മാറി വന്നു. അവളിൽ വീണ്ടും ഭയം ഉടലെടുത്തു. ശിവേട്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. കരഞ്ഞുകൊണ്ട് അവനോട് കെഞ്ചി. ഇല്ല ഭദ്ര, ഒന്നും ചെയ്യില്ല. പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളെ ചുമരിലേക്ക് ആഞ്ഞിടിച്ചു. ചുമരിൽ ചെറുതായി ചോര ചിതറി. അവളുടെ കണ്ണുകളിൽ കാഴ്ച മങ്ങി. വേണ്ട, പ്ലീസ്. അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു. എന്നാൽ അവൻ അവന്റെ വസ്ത്രങ്ങൾ ഊരിയെറിയുന്നു, തന്നിലേക്ക് അടുക്കുന്നു. തന്റെ ദേഹത്തുനിന്ന് ഓരോ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നു. ഒരു ചിത്രം പോലെ അവൾക്ക് മുമ്പിൽ തെളിഞ്ഞു. വേണ്ട എന്ന് പതുക്കെ അവളുടെ ചുണ്ടുകൾ അപ്പോഴും ഒഴിയുന്നുണ്ടായിരുന്നു. അവൻ ആവേശത്തോടെ അവളിലേക്ക് അമർന്നു. അവളുടെ ശ്വാസം ഒന്ന് ഉയർന്നു താഴ്ന്നു. അതോടെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അപ്പോൾ മാത്രമാണ് ശിവക്ക് താൻ ചെയ്ത പ്രവൃത്തി മനസ്സിലായത്. അവനൊരുതരം വെറി പിടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നാലുപാട് കണ്ണുകൾ ഓടിച്ചു. അവൻ ആദ്യം ചുമരിൽ നിലത്തുമായി ചിതറിക്കിടന്ന രക്തം തുടച്ചു. ആദ്യമൊന്ന് പതറിയെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് അവൻ അവിടെ വൃത്തിയാക്കി. അവസാനമായി നിലത്ത് കിടക്കുന്നവളെ തോളിലേക്ക് എടുത്തിട്ട് വീട്ടിലാരുമില്ലാത്തതിനാൽ അടുക്കള വശത്തുകൂടി പുറത്തേക്ക് ഇറങ്ങി ചുറ്റുമൊന്ന് നോക്കി. സമയം രാത്രിയോട് അടുത്തിട്ടുണ്ട്. നല്ല മഴക്കോളും. അവൻ ദൂരെ കാണുന്ന തൊടിയിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. ഒടുവിൽ തൊടിയിലെത്തിയതും അവൻ അവളെ മണ്ണിലേക്ക് കിടത്തി. ശില്പം പോലൊരു പെണ്ണ്. അവൻ അവളുടെ ശരീരത്തിലൂടെ കണ്ണോടിച്ചു. അവൻ്റെ ഉള്ളിൽ അവളെ കുഴിച്ചിടാനായിരുന്നു. വീട്ടിലേക്ക് തിരിഞ്ഞടക്കുമ്പോൾ ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ മണ്ണിൽ കിടക്കുന്നവളിൽ പതിഞ്ഞു. വീടിന്റെ വിറകുപുരയിൽ നിന്ന് അവനൊരു കൈക്കോട്ടെടുത്തുകൊണ്ട് വീണ്ടും തൊടിയിലേക്ക് നടന്നു. അവൻ കഴിയുന്ന വേഗം കുഴിയെടുത്തു. അധികം ആഴത്തിലൊന്നും കുഴിക്കാൻ നിന്നില്ല. വീട്ടിൽ നിന്ന് പോയവരെപ്പോൾ വേണമെങ്കിലും വരാം. കുഴിയെടുത്തു കഴിഞ്ഞതും അവൻ അവൾ അതിലേക്കിട്ട് വേഗം കുഴി മൂടി. അവളുടെ കാലിൽ നിന്ന് അരയോളം മണ്ണിട്ട് അവൻ മൂടി. പിന്നീട് മണ്ണെടുക്കുമ്പോഴേക്കും ദൂരെ നിന്നൊരു വണ്ടിയുടെ ലൈറ്റ് അവൻ കണ്ടു. വെപ്രാളത്തിൽ കൈക്കോട്ടെടുത്ത് അവൻ വീട്ടിലേക്ക് ഓടി. കൈക്കോട്ട് പഴയപടി വെച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ അവൻ അകത്തേക്ക് കയറി ഉടുത്തിരുന്ന വസ്ത്രം മാറ്റി തല വേഗത്തിൽ തുടച്ചു. അപ്പോഴേക്കും ആ കാറ് വീണ്ടും എത്തിയിരുന്നു. ശിവ സാധാരണ പോലെ മുൻവശത്ത് വാതിൽ തുറന്ന് അവരകത്തേക്ക് കയറ്റി. അവരെല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ശിവയും ഓരോന്ന് തിരക്കുന്നുണ്ട്. അല്ല, ഭദ്രയുടെ ഇടിമുഴക്കം പോലെ ആ ശബ്ദം കേട്ടതും ശിവയുടെ ഉള്ളൊന്ന് കിടുങ്ങി. എങ്കിലും അവനത് മറച്ചു പിടിച്ചു. അവളേതോ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയവരാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. ശിവ ഒട്ടും ആലോചിക്കാൻ നിൽക്കാതെ മറുപടി പറഞ്ഞു. സന്ധ്യാസമയത്ത് അവിടെ ചുറ്റിക്കളി, ഇങ്ങോട്ട് വരട്ടെ, നല്ല കൊടുക്കുന്നുണ്ട്. ഭദ്രയുടെ അമ്മ കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അല്ല, അവൾ എന്തിനാ പോയതെന്ന് നീ ചോദിച്ചില്ലേ? അപ്പോഴേക്കും അടുത്ത ചോദ്യം അവനെ തേടി എത്തി. ഇല്ല, അവളിറങ്ങി ഓടുകയായിരുന്നു. ഞാൻ മുറ്റത്തെത്തിയപ്പോഴേക്കും ആള് സ്ഥലം കറിയാക്കി. ശിവ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവരുടെ മുമ്പിൽ നിന്നു. ശിവ പറഞ്ഞ കള്ള അവർ വിശ്വസിച്ചെന്ന് ശിവക്ക് മനസ്സിലായി. അതിന്റെ ഫലമായി അവന്റെ ചുണ്ടിൽ ചിരി വിടർന്നു. രാത്രി സമയം ഒത്തിരിയായിട്ടും ഭദ്ര തിരിച്ച് വീട്ടിലെത്താത്തത് എല്ലാവരിലും ഒരു ഭയം നിറച്ചു. മോനെ ശിവ, ഭദ്ര ആരുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാ പോയത്? ഭദ്രയുടെ അമ്മയുടെ സ്വരത്തിൽ വേവലാതി ആശങ്കയും നിറഞ്ഞു നിന്നു. അറിയില്ല, കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോരാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചാലോ എന്ന് ഭയന്ന് ശിവ വീണ്ടും ഒരു കള്ളം പറഞ്ഞു. ഭദ്ര വരാതെയായപ്പോൾ അവിടെ അമ്മ കരച്ചിലും നിലവിളിയുമായി. 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ഇതുവരെ വീട്ടിലെത്തിയില്ലെന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഭയമാണ്. ആ വീട്ടിലെല്ലാവരും അതുപോലെ ഭയന്നു പോയിരുന്നു. ഒരു വേള ഭദ്രയ്ക്ക് എന്തെങ്കിലും അരുതാത്ത സംഭവിച്ചു എന്ന് പോലും അവർ ഭയന്നു. ഭദ്രയുടെ അമ്മ ദീപ ഭദ്രയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് വിളിച്ച് അവൾ അവിടെ ഉണ്ടോ എന്ന് തിരക്കി. എന്നാൽ എല്ലാവർക്കും ഒരേ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, ഭദ്ര ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന്. എന്റെ ദേവി, എന്റെ കുഞ്ഞങ്ങോട്ടും പോയിട്ടില്ലാന്ന്. എന്റെ മോൾ എവിടെയാ? കരഞ്ഞുകൊണ്ട് അവർ നിലത്തേക്ക് വീണു. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഭർത്താവ് തിലകും അവിടെ അരികിലുണ്ടായിരുന്നു. ദീപ, നീ കരയാതെ, നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. തിലക് പറഞ്ഞു. ശിവന്ന് ഞെട്ടി.
അത് പുറത്തു കാണിക്കാതെ സമർത്ഥമായി അവൻ മറച്ചു വെച്ചു. ശിവ, നിനക്ക് അവിടെ ഒപ്പം ഒന്ന് പോവായിരുന്നില്ലേ? ശിവയുടെ അമ്മ അവനെ ദേഷ്യത്തിലും നോക്കി. അവനെന്തിനാ വഴക്ക് പറയുന്നത്? അവള് പോയതുപോലെ വരുന്നവൻ കരുതി കാണും. കൃഷ്ണ, നീ ഒന്ന് പോയി പോലീസിൽ പരാതി കൊടുക്ക്. തിലക് ശിവയുടെ അച്ഛനെ നോക്കി പറഞ്ഞു. കൃഷ്ണന് ശരിവെച്ചുകൊണ്ട് അവിടുന്ന് പോയി. സ്ത്രീകളെല്ലാം കരച്ചിലോട് കരച്ചിലാണ്. എന്ത് ചെയ്യണം, എവിടെ പോയി തിരയണമെന്നറിയാതെ എല്ലാവരും കുഴഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷം കൃഷ്ണൻ പരാതി നൽകി വീട്ടിൽ തിരികെ എത്തി. എടാ പോലീസ് എന്താ പറയുന്നത്? കൃഷ്ണനകത്തേക്ക് കയറിയും തിലക് തിരക്കി. 24 മണിക്കൂർ സമയം അവർ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ കണ്ടെത്താന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, മോൾക്കൊന്നും ഉണ്ടാവില്ല. കൃഷ്ണൻ തിലകിനെ സമാധാനപ്പെടുത്തി. എല്ലാവരിലും ഒരുപോലെ മൂകത, ഒരുവരിൽ മാത്രം താൻ പിടിക്കപ്പെടുമോ എന്ന ഭയം. അന്ന് രാത്രി കഴിഞ്ഞ് നേരം വെളുത്ത് ആരും അറിഞ്ഞില്ല. പുറത്തുനിന്ന് ആരോ ബെല്ലടിച്ചപ്പോഴാണ് നേരം വെളുത്ത് അവർക്ക് മനസ്സിലായത്. മുറ്റത്ത് പോലീസിനെ കണ്ടതും അവരെല്ലാവരും അങ്ങോട്ട് ചെന്നു. സാറേ, എന്റെ മോള്. പോലീസിനെ കണ്ടതും ദീപ പിടയുന്ന മനസ്സോടെ അവരുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു. ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ലെന്നല്ലേ പറഞ്ഞ്? പോലീസ് കൃഷ്ണനെ നോക്കി ചോദിച്ചു. അതെ സർ. കുട്ടിക്ക് പ്രായം 18 വയസ്സാണല്ലേ? അതെ. കുട്ടിയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ വിളിച്ചപ്പോ നിങ്ങളുടെ മകൾ അങ്ങോട്ട് വന്നിട്ടില്ലെന്നാണ് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അല്ലേ? അതെ. 18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്നും കൂട്ടുകാരുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ട് അവൾ കൂട്ടുകാരുടെ വീട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. പോലീസിന്റെ വാക്കുകൾ എല്ലാവരിലും ഒരുപോലെ മൗനം സൃഷ്ടിച്ചു. അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോയതാ. നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അവൾ ഇറങ്ങിപ്പോയി. കുട്ടിയുടെ കയ്യിൽ ബാഗോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? പോലീസ് അവരെ ചോദിച്ചു. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല സാർ. എൻ്റെ മകനാ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ ശിവയെ നോക്കി പറഞ്ഞു. അപ്പൊ താൻ പറ, അവളുടെ കയ്യിൽ ബാഗുള്ള താൻ കണ്ടോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അവൾ അകത്തേക്ക് വിളിച്ചു പറയായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും അവൾ പോയിരുന്നു. ശിവ തെല്ലും ഭയമില്ലാതെ പറഞ്ഞു. ഓ, അപ്പോൾ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് ഈ ഒളിച്ചോട്ടം. പോലീസ് പറഞ്ഞു. എല്ലാവരും ഞെട്ടി. അയാൾ പറയുന്നൊന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സർ, നിങ്ങളിത് എന്തൊക്കെയാ ഈ പറയുന്നത്? ലോക് മിസ്റ്റർ, നിങ്ങളുടെ മകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയറിയാലോ. പോയതുപോലെ അവൾക്ക് വരായിരുന്നു. രാത്രിയായിട്ടും പോയ കുട്ടിയെ തിരിച്ച് വീട്ടിൽ കണ്ടില്ലെങ്കിൽ ഉറപ്പിക്കാം അവൾ ഏതൊരുത്തൻ്റെ കൂടെ പോയതാണെന്ന്. പോലീസ് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ദീപ തിലകിന്റെ നെഞ്ചിലേക്ക് വീണു. അയാളും കേട്ട കാര്യത്തിന്റെ പകപ്പിലായിരുന്നു. പോലീസ് പോയതും എല്ലാവരിലും പഴയ മൗനം നിറഞ്ഞു. ദീപ ഇപ്പോഴും കരയുകയാണ്. ദീപയെ എങ്ങനെ സമാധാനിപ്പിക്കുന്നോർത്ത് എല്ലാവരും ഉരുകി. സമയം അവർക്കിടയിൽ നീങ്ങിപ്പോയി. ആഹാരം കഴിക്കാതെ കരഞ്ഞിരിക്കുന്ന ദീപയെ ശിവയുടെ അമ്മ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിപ്പിച്ചു. കണ്ണുകളിൽ നിന്നിടക്ക് നിലത്തി വീഴുന്ന കണ്ണുനീര് മാത്രമാണ് അവരിൽ ജീവനുണ്ട് എന്നതിനൊരു തെളിവ്. സമയം രാത്രിയോടടുത്തു. എല്ലാവരും മൂകരാണ്. എന്തൊക്കെയോ പേരിന് കഴിച്ചുകൊണ്ട് എല്ലാവരും കിടക്കാൻ പോയി. ദീപ കട്ടിൽ കിടക്കുന്നുണ്ടെന്ന് മാത്രം. കണ്ണുകൾ തുറന്നുകൊണ്ട് കിടക്കുകയാണ്. കണ്ണുകളിൽ നിന്ന് തോരാതെ കണ്ണുനീർ പുറത്തേക്ക് വീഴുന്നുണ്ട്. എന്നാൽ ശിവ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ദാഹിക്കുന്ന പോലെ തോന്നിയതും അവൻ എഴുന്നേറ്റുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. വെള്ളം നിറച്ചു വെക്കുന്ന കുടമൊന്ന് ചെരിച്ച് കുടത്തിലെ വെള്ളം ചെറിയ ഗ്ലാസ്സിൽ ഒഴിച്ച് അവൻ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ നിന്നു. അടുക്കള വാതിൽ എന്തോ വന്നു നിന്ന പോലെ തോന്നി. അവനങ്ങനെ കൈവച്ച് തല മാത്രമൊന്ന് തിരിച്ചു. അവൻ ഞെട്ടിപ്പോയി. അടുക്കള വാതിലിന്റെ മറുവശം ഭദ്ര. അവന്റെ കയ്യിലെ ഗ്ലാസ് പേടിയോടെ ഉറച്ചു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൻ ഭദ്രയെ നോക്കി. അങ്ങിങ്ങായി ചളി പറ്റിയ ശരീരം, വലിയ ഉണ്ട കണ്ണുകൾ, മുടി അലങ്കോലമായി പാറി പറക്കുന്നു. ഭദ്ര ഉറക്കെ ചിരിച്ച ശിവ പേടിച്ചുകൊണ്ട് അലറി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് നിലത്തേക്ക് വീണു. ആരും തന്നെ ഉറങ്ങാത്തതുകൊണ്ട് എല്ലാവരും ഓടിപ്പിടിച്ച് അടുക്കളയിലെത്തി. ശിവ, എന്താടാ, എന്തു പറ്റി? അവന്റെ അമ്മ അവനെ തലോടിക്കൊണ്ട് തിരക്കി. അമ്മ, അത് ഞാൻ പേടിച്ചു പോയി. അതാ. പേടിക്കാൻ മാത്രം അവൻ എന്താ കണ്ടതെന്നോ എന്താ ഉണ്ടായതെന്നോ അവരാരും ചോദിച്ചില്ല. അവനെ ചോദ്യം ചെയ്ത് കൂടുതൽ പേടിപ്പിക്കേണ്ടെന്ന് അവർ കരുതി. അന്ന് നേരം വെളുക്കുവോളം ശിവൻ ഉറക്കം വന്നില്ലെന്ന് മാത്രമല്ല, അവൻ കണ്ട കാഴ്ചയിൽ അത്രയും പേടിച്ചു പോയിരുന്നു. പിറ്റേന്ന് എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ ജോലികൾ ചെയ്തു. എല്ലാവരുടെയും ഉള്ളിൽ ഭദ്ര ഒരു നോവായിരുന്നു. അവൾ ഒളിച്ചോടിപ്പോയി എന്നായിരുന്നു അവരുടെ ഉള്ളിലെങ്കിലും അതവർ വിശ്വസിച്ചില്ല. പക്ഷെ അതിനെ അംഗീകരിക്കാൻ ശ്രമിച്ചു. ശിവ ഇപ്പോഴും ഇന്നലെ ഭദ്രയെ കണ്ട പകപ്പിലാണ്. ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ശിവന്റെ ഉള്ളിൽ അകാരണമായ ഭയം മുളച്ചു പൊന്തി. അമ്പലത്തിൽ പോയ ശിവ പിന്നീട് വീട്ടിലെത്തിയത് രാത്രിയായപ്പോഴാണ്. നീ ഇത് ഇത്ര നേരം എന്തെടുക്കുമായിരുന്നു? അവനകത്തേക്ക് കയറിയതും കൃഷ്ണൻ തിരക്കി. എനിക്ക് വല്ലാത്ത വിഷമച്ച. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഭദ്ര
അവൾ എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും ചോദിക്കണമായിരുന്നു. ശിവ സങ്കടത്തോടെ പറയുന്ന കേട്ട് കൃഷ്ണന് വിഷമം തോന്നി. മോചില്ലേ, ഒന്ന് കിടന്ന് എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവും. കൃഷ്ണൻ അവനെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. ശിവ ബെഡിൽ കയറി കിടന്നു. അവൻ കണ്ണുകൾ പതിയെ അടച്ചതും ശരീരത്തിൽ എന്തോ ഭാരം തോന്നി കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ അവൻ അനങ്ങാൻ കഴിയാതെ അവിടെ തറഞ്ഞു നിന്നു. ജട പിടിച്ച മുടിയിഴകൾ, അതിൽ അങ്ങിങ്ങായി ചെളി, കവിളത്ത് കുറച്ച് മണ്ണും പറ്റി പിടിച്ചിട്ടുണ്ട്. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ ദേഹമൊന്നാകെ വിയർപ്പിൽ കുളിച്ച്. ശിവേട്ടാ ശിവേട്ടാ, ഒരു പ്രത്യേക ഭാവത്തിലും ഈണത്തിലുമായിരുന്നു അവളുടെ ശബ്ദം. അവൻ കണ്ണുകൾ ഇറുകെ അടച്ചതും അവന്റെ ദേഹത്തിൽ നിന്ന് ആ ഭാരം കുറഞ്ഞു പോയത് അവൻ അറിഞ്ഞു. പേടിയോടെ വീണ്ടും അവൻ കണ്ണുകൾ തുറക്കുമ്പോൾ അവിടെ എവിടെയും ഭദ്രയില്ല. എല്ലാം തന്നെ തോന്നലാണെന്ന് കരുതി അവൻ ഉറങ്ങി. ശിവ ഇരുട്ടിൽ ഒരു തുടിയിൽ നിൽക്കുകയാണ്. ഭദ്രയെ കുഴിച്ചു മൂടി അതേ തുടി. അവളെ മൂടിയ കുഴി സ്വയം പിളർന്നു അന്തരീക്ഷത്തിൽ അതിന്റെ അംശങ്ങൾ ഉയർന്നതും ശിവ ഇറുകെ കണ്ണുകൾ മൂടി. ഭയം അതിന്റെ ഉച്ചസ്ഥാനത്ത് എത്തിയിരുന്നു. പുറകിൽ നിന്ന് പെട്ടെന്നാണ് ഒരു നേർന്ന ശബ്ദം കേട്ടത്. ആദ്യം അത് മൃദുവായിരുന്നു, പക്ഷേ പിന്നീട് അത് ഉച്ചത്തിലാവുകയും തീവ്രതയേറുകയും ചെയ്തു. ശിവയുടെ കണ്ണുകൾ ആ സ്ഥലത്ത് തന്നെ പതിഞ്ഞിരുന്നു. അവന്റെ നെഞ്ചിൽ ഹൃദയമിടിപ്പ് ശക്തമായി ഉയർന്നു. അവന്റെ കണ്ണിന്റെ കോണിൽ ഒരു നിഴൽ രൂപം രൂപപ്പെടാൻ തുടങ്ങുന്നത് അവൻ കണ്ടു. അത് ഭദ്രയായിരുന്നു. അവളുടെ കണ്ണുകൾ കൽക്കരി പോലെ കറുത്തിരുന്നു. അവളുടെ ചർമ്മം മാരകമായി വിളറി. ശിവൻ നിലവിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവന്റെ ശബ്ദം തൊണ്ടയിൽ മരവിച്ചു. ഭദ്രയുടെ കണ്ണുകൾ അവന്റെ നേർക്ക് നീണ്ടു. നട്ടിലൂടെ ഒരു തണുപ്പൊഴുകുന്നത് അയാൾക്ക് അനുഭവപ്പെട്ടു. ഭദ്രയുടെ പ്രേതരൂപം അടുത്തടുത്തേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോൾ ചലിക്കാനോ സംസാരിക്കാനോ കഴിയാതെ അയാൾ കുടുങ്ങി. ശിവൻ അലമുറയിട്ടുകൊണ്ട് ആ തൊടിയിൽ നിന്ന് ഓടി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും തന്റെ കാലുകൾ മാത്രമേ ചലിക്കുന്നുള്ളൂ. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരടി പോലും മുന്നോട്ട് നീങ്ങുന്നില്ല. കിതച്ചുകൊണ്ട് അവൻ ശ്വാസമെടുത്തതും ഭദ്രയുടെ ആത്മാവ് അവന്റെ മുന്നിലെത്തി. അവൾക്ക് ചുറ്റും ഒരു പുകമയം, അവളിൽ വിരിയുന്ന ക്രൂരമായ ചിരി. ഒടുവിൽ അവളുടെ കൈകൾ ശിവയുടെ കഴുത്തിൽ ശക്തിയിൽ മുറുകി. ശിവക്ക് ശ്വാസം കിട്ടാതെ പിടയുന്ന പോലെ തോന്നി. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ബെഡിൽ നിന്ന് അവൻ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഹൃദയം അപ്പോഴും ഉറക്കെ ഭയം കൊണ്ട് മിട്ടിക്കുന്നത് ശിവക്ക് അറിയാൻ കഴിഞ്ഞു. എന്താ മോനെ? അവന്റെ അമ്മ ആവലാതിയോടെ തിരക്കി. ഒരു സ്വപ്നം കണ്ടതാ, ശിവ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ അവന്റെ അമ്മ അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു. ശിവ കണ്ണുകൾ അടച്ചുറങ്ങുന്ന പോലെ കിടന്നു. ശിവ ഉറങ്ങിയെന്ന് കരുതി എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഭദ്രയെ കാണാതായത് തൻ്റെ കൂടെ തെറ്റാണെന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാണ് അവനിങ്ങനെ പെരുമാറുന്നതെന്നാണ് എല്ലാവരും കരുതിയത്. അവരും അതിനെപ്പറ്റി കൂടുതൽ ഇനി അവനോട് ചോദിച്ച് അവനെ പേടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ മുതിർന്നില്ല. ലൈറ്റ് അണയുന്നതും എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് കയറുന്നതും ശിവ ശബ്ദത്തിലൂടെ മനസ്സിലാക്കി. ഒറ്റക്കാണെന്ന് തോന്നിയ നിമിഷം അവന്റെ ഹൃദയം ഉറക്കിയ ശബ്ദം വെച്ചു. കഴുത്തിലെന്തോ പിടിച്ചതുപോലെ ഇപ്പോഴും ഒരു വേദനയുണ്ട്. ശരീരം വിയർപ്പിൽ കുളിച്ചു. തലയ്ക്ക് മീതെ കറങ്ങുന്ന ഫാൻ പെട്ടെന്ന് ഓഫായത് അവൻ അറിയുന്നുണ്ടായിരുന്നു. കണ്ണുകൾ തുറന്നു നോക്കാൻ പോലും അവൻ വല്ലാതെ ഭയപ്പെട്ടു. എങ്കിലും ഉള്ളിൽ തോന്നിയ ചെറിയ ധൈര്യത്തിൽ അവൻ കണ്ണുകൾ തുറന്നു. വാതിലേക്കൊന്ന് നോക്കിയത് അവിടെ ഭദ്ര അവനെയും നോക്കി നിൽക്കുന്നു. അന്ന് ധരിച്ച അതേ വസ്ത്രത്തിൽ അവളുടെ തലയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തക്കറ ചെറുതായി കഴുത്തിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. ഭദ്ര അവന്റെ അരികിലേക്ക് നടന്നു വരുന്നതും അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൾ അണിഞ്ഞ വെള്ളിക്കുലുസിന്റെ ശബ്ദം ഒരു ഇടിനാദം പോലെയാണ് അപ്പോൾ അവന് തോന്നിയത്. ഒരിറ്റൂമി നീർ പോലും ഇറക്കാൻ കഴിയാതെ അവൻ അങ്ങനെ തന്നെ കിടന്നു. ശരീരം തളർന്നതുപോലെ, ആരോ തന്റെ ശരീരം തളർത്തി കിടത്തിയതുപോലെ. അവനൊന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല, ഒന്ന് ശബ്ദം വെക്കാൻ പോലും കഴിഞ്ഞില്ല. കണ്ണുകളിൽ ഭയം മാത്രം. ഭദ്ര ഭയം നിറഞ്ഞ ശിവയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അവളൊന്ന് ചിരിച്ചു. അവന്റെ മുന്നിൽ ഇതുപോലെ നിസ്സഹായായി താനും നിന്നിരുന്നു. അവൾക്ക് മുമ്പിൽ ആ രംഗം ഒരു ചിത്രം പോലെ തെളിഞ്ഞു. ഭദ്ര പൊട്ടി പൊട്ടി ചിരിച്ചു. ആ ചിരി പോലും ശിവയെ പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു. വേണ്ട, ശിവ എങ്ങനെയോ 2 വാക്ക് പറഞ്ഞു. ഭദ്രയുടെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞു നിന്നു. ഇത് തന്നെയല്ലേ ശിവേട്ട, ഞാനും പറഞ്ഞത് നിങ്ങൾ കേട്ടോ? എന്റെ വേദന അത് നിങ്ങൾ ആസ്വദിച്ചില്ല. ഭദ്രയുടെ സ്വരം, അവളിൽ വിരിയുന്ന രൗദ്രഭാവം. ശിവ ഉറക്കെ അലറി. ശിവ ഒരു ഭ്രാന്തനെ പോലെ അലറിയതും എല്ലാവരും പേടിച്ച് അങ്ങോട്ടെത്തി.
എന്താ ശിവ, നിനക്കിത് എന്തു പറ്റി? കൃഷ്ണനെ ഇടയ്ക്കിടെ അലറി വിളിക്കുന്ന ശിവയെന്ന് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ 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 കാരണം ശിവ ഭ്രാന്തി പിടിച്ച പോലെ പറഞ്ഞു. ഒരു വേള അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാവരും ഭയന്നു. എന്താടാ, എന്തു പറ്റി? കൃഷ്ണൻ ആവലാതിയോടെ തന്റെ മകനോട് ചോദിച്ചു. ഞാനാ നമ്മുടെ പത്രേ. ശിവ ശരിക്കൊരു ഭ്രാന്തനെ പോലെ കൃഷ്ണന്റെ കൈകളിൽ നിന്ന് കുതിറി. ഇല്ല മോനെ, നീ കാരണല്ല. അവന്റെ ഉള്ളിൽ കിടന്ന് തിളക്കുന്ന അഗ്നിയെക്കെടുത്താനെന്നോണം കൃഷ്ണൻ തന്റെ മകനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഹലോ ശിവ പറയുന്നതോടൊപ്പം കരഞ്ഞു. അവന്റെ കണ്ണുകൾ രക്തവർണമായിരുന്നു. അച്ഛൻ ഞാനാവള് എന്റെ ഈ കൈ കൊണ്ട്. ആ വാക്കുകൾ കേട്ട് ദീപക് കണ്ണുകളിൽ ഇരുട്ട് നിറയുന്ന പോലെ തോന്നി. എടാ മഹാപാപി! തിലക് സ്വന്തം തലയിൽ കൈവച്ചുകൊണ്ട് തറയിലേക്ക് ഇരുന്നു. ഒരു കുഞ്ഞിനെ പോലെ അയാൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ശിവ, നീ ഇത്? കൃഷ്ണൻ താൻ കേൾക്കുന്നത് സത്യമാവരുതേ എന്ന മനസ്സോടെ തന്റെ മകനെ നോക്കി. ഞാനാച്ച എന്റെ പത്രേ ഞാൻ പിച്ച് ചെയ്തി ഈ കൈ കിടന്ന അവള് പിടച്ചത്. ശിവ പറഞ്ഞിരുന്നു. രണ്ടുപേരും കുഴഞ്ഞു വീണു. ദീപേ! തിലക് നിലത്ത് വീണെടുക്കുന്ന ദീപയും ശിവന്റെ അമ്മയും മാറി മാറി നോക്കി. കൃഷ്ണൻ ശിവയെ പകച്ചു നോക്കി. അനിയത്തിയെപ്പോലെ കൊണ്ടു നടന്നവനാ അവനവളെ. ആ കാര്യം ആലോചിക്കും തോറും കൃഷ്ണന്റെ മിഴികളിൽ നിന്ന് നിർത്താതെ കണ്ണീര് പൊഴിഞ്ഞു. ശിവ വാതിക്കിലേക്ക് ചൂണ്ടി. കൃഷ്ണൻ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അയാൾ തുടർച്ചയായി തലക്ക് സ്വയം കൈകൾ കൊണ്ട് അടിച്ചു. ഇങ്ങോട്ട് വരുന്നു. ശിവ പറഞ്ഞു. കൃഷ്ണൻ അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾക്ക് മുമ്പിലുള്ള കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭദ്ര, അവളുടെ മുടി പാറി പറക്കുന്നു. ധരിച്ച വസ്ത്രത്തിൽ ചെളി പുരണ്ടിരിക്കുന്നു. ദേഹത്തും അങ്ങിങ്ങായി ചെളിയുണ്ട്. കണ്ണുകൾക്കടിയിൽ പടർന്നു കിടക്കുന്ന കറുത്ത അടയാളം. ശരിക്കും അവളൊരു ആത്മാവാണോ എന്ന് അയാൾ സംശയിച്ചു. ഭദ്രയുടെ കണ്ണുകളിൽ ശിവയെ ചുട്ടിരിക്കാനുള്ള അഗ്നിയുണ്ട്. അത് കൃഷ്ണൻ കാണുന്നുമുണ്ട്. ഭദ്ര ഒരു പുച്ഛത്തോടെ ശിവയെ നോക്കി. എനിക്ക് മാറാനൊരു വസ്ത്രം വേണമായിരുന്നു. ഒരു ഗുഹയിൽ നിന്ന പോലെ ഭദ്രയുടെ ശബ്ദം അവിടെ പ്രതിധ്വനിച്ചു. കൃഷ്ണൻ പകച്ചു നിൽക്കുകയാണ്. എനിക്കൊന്ന് കുളിക്കണം, ഭദ്ര പറഞ്ഞു. അയാൾ പിടഞ്ഞെഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. തിരികെ വരുമ്പോൾ ഭദ്രയുടെ തന്നെ വസ്ത്രം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഭദ്ര അകത്തുള്ള കുളിമുറിയിൽ നിന്ന് കുളിച്ച് വസ്ത്രങ്ങൾ മാറി. വെള്ള സാരി, അതായിരുന്നു അപ്പോൾ അവളുടെ വേഷം. അവൾ ആ വേഷത്തിൽ ശിവയുടെ മുറിയിലെത്തി. കൃഷ്ണൻ അപ്പോഴും പകപ്പിലായിരുന്നു. എന്നാൽ അതേസമയം വെള്ളസാരിൽ ഭദ്രയെ കണ്ടതും സമനില വിട്ട പോലെ ശിവ അലമുറയിട്ടു. പിറ്റേന്ന് ശിവയെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഭദ്രയെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ശിവയെ നോക്കി ഡോക്ടർ പുറത്തേക്ക് വന്നു. എല്ലാവരും എഴുന്നേറ്റു. ഐ ആം റിയലി സോറി. അയാളുടെ മെന്റൽ ഹെൽത്ത് ഇപ്പോൾ അയാളുടെ കയ്യിലല്ല. ഒരുതരം ഹാലൂസിനേഷൻ അവസ്ഥ. പിന്നെ ബ്രെയിൻ നല്ല വീക്കാണ്. നിങ്ങളുടെ പഴയ ശിവയായി അവൻ തിരിച്ചു വരില്ല. ചിലപ്പോൾ ഭ്രാന്തി എന്നൊരവസ്ഥയിൽ വരെ അയാൾ എത്തിയേക്കാം. ഡോക്ടർ പറയുന്നിട്ട് എല്ലാവരുടെയും തലകുരിഞ്ഞു. ഡോക്ടർ അവിടുന്ന് പോയതും എല്ലാവരും ഭദ്രയെ നോക്കി. ഒന്ന് പേടിപ്പിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ, വേദന, അതവൻ അറിയിക്കണം. അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ നശിപ്പിച്ച ഇവന് ഈ ശിക്ഷ വേണം. ഭദ്രയുടെ ഉള്ളിലെത്തി ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അവൾ പറയുന്നത് ശരിയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സ്വന്തം അനിയത്തിയെ ഒരു കരുണയില്ലാതെ നശിപ്പിച്ചവൻ, ഈ ശിക്ഷ അവൻ അനുഭവിക്കാനുള്ളത് തന്നെയാണ്. ആർക്കും തന്നെ ശിവയോട് സഹതാപം തോന്നിയില്ല. ഭദ്ര ഓർക്കുകയായിരുന്നു ആ നശിച്ച ദിവസം. ശിവ തന്നെ തൊടിയിൽ കിടത്തിയത്. അപ്പോൾ പെയ്ത മഴയിൽ ബോധം ചെറുതായി തെളിഞ്ഞു വന്നിരുന്നു. എങ്കിലും ശരീരം അനങ്ങുന്നില്ലായിരുന്നു. ശിവ കുഴിയിലിടുന്ന ദേഹത്ത് മണ്ണ് പറ്റുമെന്ന് അറിയുന്നുണ്ട്. പക്ഷെ ഒന്നിനും കഴിയുന്നില്ല. പിന്നെ പെട്ടെന്ന് മണ്ണ് ദേഹത്തേക്ക് പതിയുന്നു നിന്നു. അപ്പോഴും കണ്ണുകൾ തുറക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. പിറ്റേന്ന് പുലർച്ചെയാണ് നഷ്ടബോധം വന്നത്. ഒരുപക്ഷെ താൻ മരിച്ചാണെന്ന് ശിവ ഉറപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അവനെ ഭയപ്പെടുത്തി അവനെ കൊണ്ട് തന്നെ സത്യം വീട്ടിലുള്ളവരെ അറിയിക്കണം. അതിനുവേണ്ടിയാ ആദ്യം രാത്രി അടുക്കള വശത്തേക്ക് പോയി നിന്ന്. എന്നാൽ ശിവ അപ്പോൾ അങ്ങോട്ട് വരുമെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ തന്നെ കണ്ട് ശിവ ആ സമയം പേടിച്ചു പോയി. പിന്നീട് എങ്ങനെയെങ്കിലും അകത്തേറി ശിവയെ പേടിപ്പിക്കണമെന്നായിരുന്നു. അതിൻ്റെ അവസരം കിട്ടാൻ ഭദ്ര കാത്തു നിന്നു. ശിവ അമ്പലത്തിൽ പോയ സമയത്ത് ആരുമില്ലാത്തൊരു സമയം ആരും കാണാതെ ശിവയുടെ മുറിയിൽ കയറി ബെഡിന്റെ അടിയിൽ ഒളിച്ച്. ശിവ വന്നപ്പോൾ അവന്റെ ദേഹത്ത് കയറിയിരുന്നു വീണ്ടും അവനെ ഭയപ്പെടുത്തി. അവന്റെ കണ്ണുകളിൽ അപ്പോൾ കാണുന്ന ഭയം താൻ അനുഭവിച്ചതിന്റെ പകുതിയിൽ നിന്ന് ഓർക്കുമ്പോൾ വീണ്ടും ശിവയോട് ദേഷ്യം നുരഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവസാനമായി അവന്റെ അരികിൽ വന്നപ്പോൾ എല്ലാവർക്കും മുമ്പിൽ അവൻ സത്യങ്ങൾ പറഞ്ഞപ്പോൾ ഭദ്രക്ക് ഓർക്കുമ്പോൾ പോലും കണ്ണുകൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. തിലക് സ്റ്റേഷനിൽ വിളിച്ച് ഭദ്ര തിരികെ വീട്ടിലെത്തിയെന്നും അവൾ തന്റെ കുടുംബ വീട്ടിലായിരുന്നെന്നും അറിയിച്ചു.
സാർ, ആ പെണ്ണിനെ കിട്ടിയെന്ന്. അവളെ ഏതോ ബന്ധത്തിലുള്ളവരുടെ വീട്ടിലേക്ക് പോയതാണത്രേ. പോലീസ് കോൺസ്റ്റബിൾ വന്ന് പറയുമ്പോൾ അയാൾ പോട്ടേപ്പുള്ളി എന്ന ബാതിൽ കസേരയിലിരുന്നു. ശിവയെ വീട്ടിൽ തിരികെ കൊണ്ടുവന്നു. അവൻ മാനസികമായി തളർന്നിരുന്നു. ഇടയ്ക്ക് അവന്റെ അരികിലേക്ക് ഭദ്രയുടെ ആത്മാവ് വരികയും അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ അലറിക്കരഞ്ഞു. അവൻ തീർത്തും ഇരുട്ട് നിറഞ്ഞ മുറിയിൽ തളച്ചിട്ടു. ഭദ്ര എല്ലാം ഒരു സ്വപ്നം പോലെ മറക്കാൻ ശ്രമിച്ചു. തുടർ പഠനത്തിനായി അവൾ ബാംഗ്ലൂരിലേക്ക് പോയി. അവൾക്ക് ഇവിടെ നിന്നൊരു മോചനം വേണം. അവൾക്ക് മാത്രമല്ല, അവളുടെ മനസ്സിനുമെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ അവളെ സന്തോഷത്തോടെ യാത്രയാക്കി.